ഹലോ ഫ്രണ്ട്സ്, അഖിലേ ലേറ്റസ്റ്റ് റിവ്യൂ. ഋതിക പത്മാവതിയോട് പറയാം, അമ്മേ ഇങ്ങനെ പോയാൽ ഒന്നും ശരിയാകില്ല. ആ അംബിക അച്ഛനെ ആ സംയുക്തയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കൂ. അങ്ങനെ അച്ഛൻ അവരെ വിവാഹം കഴിച്ചാൽ മോളെ കഴിക്കുവാണെങ്കിൽ കഴിക്കട്ടെ മോളെ. പ്രതാപേട്ടൻ ഇനി എന്നെ തിരിച്ചു വിളിക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഞാൻ ഇത്രയും നാളും ജീവിച്ചത് എൻ്റെ മോളെ നിനക്ക് വേണ്ടി മാത്രമാണ്. എൻ്റെ മോളുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി മാത്രമാണ്. പിന്നെ പ്രതാപേട്ടൻ അറിയാതെയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലോട്ട് ഞാൻ വന്നത്. അമ്മ ഇങ്ങനെ എല്ലാം സഹിക്കരുത്. അമ്മ ഇതെല്ലാം കണ്ടങ്ങനെ കണ്ണടയ്ക്കരുത്. അമ്മ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. എൻ്റെ അമ്മ വെറും ഒരു പാവമായിപ്പോയി. അതുകൊണ്ടാണ് അമ്മ പലയിടത്തും ഇങ്ങനെ തോറ്റു പോകുന്നത്. ന്യായം എൻ്റെ അമ്മയുടെ ഭാഗത്തായതുകൊണ്ട് അമ്മ ജയിച്ചേ പറ്റൂ. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് അമ്മ കേൾക്കണം എന്നും പറഞ്ഞ് എന്തൊക്കെയോ ഋതിക പത്മാവതിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഋതിക പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ പത്മാവതി സമ്മതിക്കുന്നുമുണ്ട്. ഈ സമയത്ത് രാജു ആകെ സങ്കടപ്പെട്ടിങ്ങനെ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുക. വീട്ടിലാണെങ്കിൽ അംബികയോ ദീപക്കോ ഇല്ല. ഈ തക്കം നോക്കി നന്ദന രാജുവിൻ്റെ അടുത്തോട്ട് ചെല്ലുവാണ്. രാജു, സോറി രാജു, അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. രാജു പറയാം, പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണല്ലോ ഇവിടെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാജു എന്നോട് ക്ഷമിക്കണം. ദീപക് അങ്ങനെയൊക്കെ പെരുമാറിയതിന് ഞാൻ രാജുവിനോട് ക്ഷമ ചോദിക്കാം. ഇയാൾ എന്നോട് ക്ഷമയൊന്നും ചോദിക്കണ്ട. ഇയാൾ എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരണം. എൻ്റെ രാജുവിന് ഒരു ഉപകാരമല്ല, 1000 ഉപകാരം ഞാൻ ചെയ്തു തരും. അയ്യോ വേണ്ടായേ. താനിനി മേലാൽ എൻ്റെ അടുത്ത് വരികയോ എന്നോട് സംസാരിക്കാനോ വരരുത്. ആ ഒരു ഉപകാരം മാത്രം എനിക്ക് ചെയ്തു തന്നാൽ മതി. രാജു എന്നെ ഇതുവരെ നീയെന്നാണല്ലോ വിളിച്ചോണ്ടിരുന്നത്. പെട്ടെന്ന് എന്താ താനെന്നാക്കി? അയ്യോ വേണമെങ്കിൽ ഞാൻ മേഡോന്നും അവിടെ വിളിക്കാം. രാജു എന്നെ നീയെന്ന് വിളിക്കുന്ന എനിക്കിഷ്ടം. എന്നെ ശല്യപ്പെടുത്താമെന്ന് പോകാവോ? ഇതെന്തൊരു ശല്യവാ. എന്താ രാജു ഇങ്ങനെയൊക്കെ പറയുന്നത്? ദീപക്കും അംബികാവർമ്മയും വെളിയിൽ പോയിരിക്കുമല്ലേ? അവരാരും ഇവിടെ ഇല്ലേ? രാജുവിന് ആകെ പേടിയായി. അവൾ മോശക്കാരിയാണല്ലോ. ദൈവമേ, ഋതിക പോലും വീട്ടിലില്ലല്ലോ. രാജു, ഇതൊരു നല്ല സമയം. ഈ സമയത്തൊക്കെയല്ലേ എനിക്ക് എൻ്റെ രാജുവിനോടൊന്ന് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. എടോ, തന്നോടല്ലേ ഞാൻ മലയാളത്തിൽ പറഞ്ഞത് ഈ വക ഉദ്ദേശം എൻ്റെ മുന്നിലോട്ടങ്ങ് വന്നു പോയേക്കരുതെന്ന്. എനിക്ക് തന്നെ ഇഷ്ടമല്ല. പണ്ടേ ഞാനതൊക്കെ പറഞ്ഞതാ. പിന്നെ ഒരു ഗത്യന്തരം ഇല്ലാതെ വന്നപ്പോഴാണ് തൻ്റെ കരണം നോക്കി ഞാൻ വന്ന് പൊട്ടിച്ചത്. നന്ദന മനസ്സിൽ പറയാ, സ്നേഹിച്ചു പോയെന്നുള്ളൊരു തെറ്റിന് നീ അന്ന് പരസ്യമായിട്ട് എൻ്റെ മുഖത്തടിച്ച്. ആ മുറിവ് ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ലടാ. അതിന് നിന്നോട് ഞാൻ പകരം ചോദിച്ചിരിക്കുവാടാ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രാജു പോകാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് അവൾ രാജുവിൻ്റെ കൈ കയറി പിടിക്കുക. നിൽക്കുക രാജു ഇവിടെ. എന്നിട്ട് ഋതിക അങ്ങോട്ട് വരുന്നത് നന്ദനെ കാണുന്നുണ്ട്. പക്ഷേ രാജു കണ്ടില്ല. ഋതികയെ കാണിക്കാൻ വേണ്ടി നന്ദന രാജുവിനെ കയറി അടങ്കവും കെട്ടിപ്പിടിക്കുക. നീ എന്തായി കാണിക്കുന്നത്? എന്നെ വിടറി എന്നൊക്കെ രാജു ബഹളം വെക്കുന്നുണ്ട്. നന്ദനയാണെങ്കിൽ ഋതിയെ കാണിക്കാൻ വേണ്ടി രാജുവിനെ അങ്ങ് മുറുകെ പിടിക്കുവാണ്. എടാ, നീ എന്നെ പബ്ലിക്കായിട്ട് നാണം കെടുത്തിയത്. അതുകൊണ്ട് നീ ഇനി സന്തോഷത്തോടെ ജീവിക്കേണ്ടടാ എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ വിടുന്നില്ല രാജുവിനെ. ഈ സമയത്ത് രാജു തിരിഞ്ഞു നോക്കുമ്പോൾ രാജുവിനെ തന്നെ നോക്കി നിൽക്കുന്ന ഋതികയാണ് കാണുന്നത്. ഋതിക കേൾക്കാൻ വേണ്ടി നന്ദന എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് രാജുവിനെ മറക്കാൻ പറ്റില്ല. രാജുവിനെ കെട്ടിപ്പിടിച്ചതും അവൾ പറഞ്ഞതുമൊക്കെ ഋതിക കാണുകയും കേൾക്കുകയും ചെയ്തല്ലോ എന്നുള്ള സന്തോഷത്തിൽ നന്ദന ഇങ്ങനെ നിൽക്കുക. ദേഷ്യത്തോടെ ഋതിക അങ്ങോട്ട് വന്നിട്ട്, എടി എന്താടി കാണിച്ചത്? എന്താടി ഞാൻ ഈ കണ്ടത്? സോറി ഋതിക, അറിയാതെ പറ്റിപ്പോയതാ നാണം കെട്ടവളെ എന്നും പറഞ്ഞ അവരുടെ കരണത്തൊരൊറ്റടി. ഋതികയുടെ അടിയുമായും കരണത്ത് കയ്യും വെച്ചോണ്ട് നിൽക്കുന്ന നന്ദനയാണ് പ്രതാപം കാണുന്നത്. ഋതികയെന്നൊരലർച്ച. എന്നിട്ട് അടുത്തോട്ട് വന്നിട്ട്, ഋതിക നീ എന്താടി കാണിച്ചത്? അത് അച്ഛ എന്നിത്രയും പറഞ്ഞതേ ഉള്ളൂ. ബാക്കി ഒന്നും കേൾക്കാതെ പ്രതാപൻ മകളുടെ കർണക്കുറ്റിക്ക് ഒരൊറ്റ അടി. ഈ കുട്ടി ഒരു പാവമാണെന്ന് കരുതി അതിൻ്റെ നേരെ എന്ത് അക്രമവും നിനക്ക് കാണിക്കാമെന്ന് നീ കരുതിയോ? രാജു ഇങ്ങനെ അന്തം വിട്ട് പകച്ചു നിൽക്കുക. സാറ് പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. വീണ്ടും പ്രതാപൻ കയ്യോങ്ങുവാണ് ഋതികയുടെ നേരെ. സാറേ, ഋതുവിനെ നീ തല്ലരുത്. ഋതു അല്ല തെറ്റുകാരി. എന്താടാ നീ പറയുന്നത്? ഋതു അല്ല തെറ്റുകാരിയെന്നോ? നീ നിന്റെ ഭാര്യയെ ന്യായീകരിക്കുന്നോടാ? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം നീ തിരുത്തി പറയുന്നോ? അയ്യോ സാറ് കാര്യം അറിയാതെ ദേഷ്യപ്പെടുക. അല്ലടാ, ഞാൻ കണ്ട കാര്യമാ. ഇവൾക്ക് ഈ പെണ്ണിനോട് അസൂയ. ഇവളെ ശിക്ഷിക്കാൻ നീ ആരാ? നീ അത്ര വലിയ ആളൊന്നും ആകണ്ട. അയ്യോ സാറ് കരുതുന്ന പോലെ അല്ല കാര്യം. എടാ, ഭാര്യയെ അന്ധമായി ന്യായീകരിക്കരുത്. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാ. ഇത് പറയാൻ പ്രതാപ നിനക്ക് എന്ത് യോഗ്യതയാടാ ഉള്ളത്? നീ തെറ്റ് കാണിച്ചിട്ടില്ലേ? നീ എന്തുകൊണ്ട് അംബിക പറഞ്ഞത് കണ്ണടച്ച് വിശ്വസിച്ച്? നീ എന്തുകൊണ്ട് പത്മാവതിയുടെ ഭാഗത്തെ ന്യായം നീ കണ്ടില്ല? സത്യം എന്തായിരുന്നു തിരിച്ചറിയാൻ നീ ഇന്ന് വരെ ശ്രമിച്ചിട്ടുണ്ടോ? അടി വാങ്ങി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഋതിയെ നോക്കിയിട്ട് പറയുന്നു അവളുടെ ഒരു അഹങ്കാരം. എന്നിട്ട് നന്ദനയോട്, ഇവളോട് ക്ഷമിച്ചേക്കു കുട്ടി. ഒരു വെടിക്ക് 2 പക്ഷി എന്ന പോലായി നന്ദനയ്ക്ക് കിട്ടിയ വിജയം. രാജുവിനെയും ഋതികയും തമ്മിൽ തെറ്റിക്കാൻ നോക്കിയതാ. താണ്ടിപ്പോൾ അച്ഛനും മോളും കൂടെ തെറ്റിക്കഴിഞ്ഞു. ഋതിക കരഞ്ഞുകൊണ്ട് ഓടിപ്പോവുക. അയ്യോ ഋതു എന്നിങ്ങനെ രാജു വിളിക്കുന്നുണ്ട്. പ്രതാപൻ പറയാം, തെറ്റ് ചെയ്തിട്ട് അവിടെ ഒരു കണ്ണുനീര് എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ അങ്ങ് പോവുക.
നന്ദനെ അവിടെ നിന്നോട് പറയുക. ഞാൻ പതുക്കെ പതുക്കെ തുടങ്ങിയതേ ഉള്ളൂ. ഇങ്ങനെ ഓരോ അറ്റം തുടങ്ങി പതുക്കെ എല്ലാം ഞാൻ ഒടുവിലങ്ങ് തകർക്കും. ഋതിക കരഞ്ഞുകൊണ്ട് ഓടി വന്ന് കട്ടിലിൽ കമന്ന് കിടന്ന് കരയുക. രാജു ഓടി വന്ന് ഋതു ഞാൻ പറയുന്നു ഒന്ന് കേക്ക്, എന്നെ തൊട്ടു പോകരുത്, ഇനി മേലാൽ എൻ്റെ ശരീരത്തിൽ തൊടരുത്. ഋതു ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. വേണ്ട, നീ തെറ്റിദ്ധരിക്കുമെന്ന് കരുതി ഞാൻ എല്ലാം പറയാതിരുന്നതാ ഋതു. ഞാനും അവളും തമ്മിൽ ഒരു ബന്ധവുമില്ല, മിണ്ടിപ്പോകരുത്, എനിക്കിനി ഒന്നും കേൾക്കണ്ട, എനിക്കിനി ഒരു വിശദീകരണവും കേൾക്കണ്ട. അയ്യോ ഋതു ഇറങ്ങി പോകുന്നുണ്ടോ ഈ മുറിന്ന് എന്നും പറഞ്ഞ് രാജുവിനെ പിടിച്ച് തള്ളി വെളിയിലിട്ടിട്ട് ഋതിയെ കതകിനങ്ങ് കുറ്റിയിട്ടു. കതക് തുറക്ക് ഋതു എന്നും പറഞ്ഞ് വാതിലിൽ തട്ടി കരയുവാണ് രാജു. പക്ഷേ ഋതിക കതവ് തുറന്നില്ല. ഈ സമയത്ത് അടുത്ത അഭിനയത്തിനായിട്ട് നന്ദനെ ഒരുങ്ങിയിരിക്കുക. അവൾ അതാണ്ട സോഫയിൽ ഇരിക്കുന്നുണ്ട്. അമ്മായിയമ്മയും ഭർത്താവും വരുന്നതെന്ന് നോക്കി അഭിനയക്കാരി അങ്ങനെ അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. അമ്മായിയമ്മയ്ക്കും ഭർത്താവിനും ജ്യൂസ് വേണമെന്ന് ചോദിക്കുന്നു. ഇപ്പം വേണ്ട മോളെ, കുടിച്ചിട്ട് വന്ന. പെട്ടെന്ന് അംബിക നോക്കുമ്പം മരുമോടെ കവിളത്തൊരു പാട്, മരുമോടെ കവിളത്താരോ അടിച്ച പാട്. അയ്യോ ഇതെന്താ മോളെ, ഇതെന്ത് പറ്റി? ഏയ് ഒന്നുമില്ലമ്മ, ഇതെന്തെങ്കിലും അലർജി ആയിരിക്കും. ഉടനെ ദീപക്, ഇത് അലർജി ഒന്നുമല്ല, ഇതാരുടെ കൈവരലാണല്ലോ പെട്ടിരിക്കുന്നത്. എൻ്റെ നന്ദുവിനെ ആരെങ്കിലും തല്ലിയോ? അമ്മായിയമ്മ, എൻ്റെ മോളെ ആരെങ്കിലും തല്ലിയോ? പറ നന്ദു, എൻ്റെ നന്ദുവിനെ തല്ലി ആരാന്നറിയട്ടെ, അവരുടെ കുടൽമാല ഞാൻ എടുക്കും എന്നൊക്കെ എന്താണ് ആവേശത്തോടെ ദീപക് പറയുക. അവസാനം നന്ദനെ കരഞ്ഞോണ്ട് പറയുന്നു, ഋതികയോ അനാഥ പെണ്ണാണോ എൻ്റെ മോളെ അടിച്ചത് എന്ന് അംബിക ചോദിച്ചുകൊണ്ട് പ്രതാപൻ്റെ അടുത്തോട്ട് പോവുകയാണ്. മോനെ പ്രതാപ, നിന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി നിന്നോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നിനക്കാണെങ്കിൽ BP ഉള്ളതാ, പലതരം മെൻ്റൽ സ്ട്രെസ്സും ഉണ്ട്. ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞ് നിന്റെ പിരിമുറുക്കം കൂട്ടണ്ടെന്ന് കരുതി. ഇപ്പോൾ യാതൊരു ഗത്യന്തരം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിന്റെ മുന്നിലോട്ട് വന്നത്. ചേച്ചി വിഷമിക്കാതെ കാര്യം പറ. ഞാൻ നിന്റെ ആരാ പ്രതാപ? അത് നീ ആദ്യം പറ. അതെന്തൊരു ചോദ്യം ചേച്ചി? ചേച്ചി എൻ്റെ ആരാണെന്നോ ഞാൻ ചേച്ചിയുടെ ആരാണെന്നോ നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്നതല്ലേ? വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് അംബിക പറയാ, ദീപക്കല്ല എൻ്റെ മൂത്ത മകൻ, എൻ്റെ പ്രതാപന, അത് നീയാ എൻ്റെ മകൻ. ഞാൻ ചേച്ചിയെ എൻ്റെ അമ്മയുടെ സ്ഥാനത്തല്ലേ കണ്ടിട്ടുള്ളൂ, അതിലെന്താ ഇത്ര സംശയം? ഇപ്പോൾ എന്താ ചേച്ചിയുടെ പ്രശ്നം? എടാ എൻ്റെ മരുമകൾ നിന്റെ ആരാ? അതിലെന്താ ചേച്ചി ഇത്ര സംശയം? ചേച്ചിയുടെ മരുമകൾ എൻ്റെയും മരുമകൾ തന്നെ അല്ലേ? അഭയം ചോദിച്ച് വന്ന കൊച്ച ഇപ്പോൾ നമ്മുടെ മരുമകൾ നന്ദന. ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കുമുള്ള പ്രായച്ചിത്തം ആയിക്കോട്ടെ എന്ന് കരുതിയ ദീപക്കിനെ കൊണ്ട് ഞാൻ ആ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചത് തന്നെ. അതിനിപ്പോൾ എന്താ ചേച്ചി, അവർ നമ്മളെ കല്യാണം നമ്മൾ നടത്തി കൊടുത്തില്ലേ? ആരോരും ഇല്ലാത്ത പെൺകൊച്ചിൻ്റെ രക്ഷകർത്താക്കളിപ്പം നമ്മളല്ലേ പ്രതാപ? ആ കുട്ടിയോട് നിന്റെ വളർത്തുമകൾ ഋതിക കാണിച്ചത് ശരിയാണോ പ്രതാപ? അംബിക ഇങ്ങനെ വളർത്തുമകൾ എന്ന് പറയുമ്പോൾ ആ പൊട്ടം പ്രതാപ, നിനക്ക് പറഞ്ഞുകൂടെ എൻ്റെ വളർത്തുമകളല്ല ഋതിക, അതെൻ്റെ സ്വന്തം മകളാണെന്ന്? ഋതിക നന്ദനെ തല്ലിയ കാര്യമാണോ ചേച്ചി പറയുന്നത്? അതെ, ഞാനത് കാണുകയും അപ്പം തന്നെ ശിക്ഷിക്കുകയും ചെയ്തല്ലോ ചേച്ചി. എന്തൊരടിയാ അവൾ അടിച്ചത്? ആ വെളുത്ത് ചുവന്ന നന്ദനയുടെ കവിള് കരിവാളിച്ച് കിടക്കുക പ്രതാപ. ആ കൊച്ചിൻ്റെ മുഖം കണ്ട് എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി പ്രതാപ. എന്നിട്ട് മനസ്സിൽ പറയൂ അംബിക, ഈ ഒലയിൽ തീ ആളി കത്തിക്കുന്ന പോലെ എൻ്റെ ചങ്കിൽ ഇങ്ങനെ തീ ആളി കത്തിക്കണം, എന്നാലേ ആ ഋതികയ്ക്കൊരു പണി കൊടുക്കാൻ പറ്റൂ. ആ കൊച്ചും അതിൻ്റെ തള്ളയും കൂടി ഇവിടെ കയറി വന്നപ്പം മുതൽ തുടങ്ങിയതാ ഋതികയ്ക്ക് അവളോടുള്ള അംഗം. പാവം, ആ കൊച്ച് എന്ത് പിഴച്ച്? ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിയല്ലേ ഋതിക ഇങ്ങനെയൊക്കെ ചെയ്തത്? ഈ ഋതികയുടെ അഹങ്കാരം പറയാതിരിക്കാൻ വയ്യ പ്രതാപ. അവൾ എന്നോട് പറയുന്നതൊക്കെ പോട്ടെ, ഇപ്പം നിന്നോട് വരെ അവൾ വിരൽ ചൂണ്ടി സംസാരിക്കാൻ തുടങ്ങി. ചേച്ചി സമാധാനപ്പെടും, ഞാനിതിന് ഋതികയ്ക്കൊരു പണിഷ്മെൻറ്റ് കൊടുക്കാൻ പോവുക. ചേച്ചി വാ എന്നും പറഞ്ഞ് പ്രതാപനെ അംബികയെ വിളിച്ചുകൊണ്ട് പോവുക. പ്രതാപൻ്റെ നെഞ്ചിൽ എത്രത്തോളം തീ കോരി കൊളുത്താവോ അത്രയും താണ്ട കോരിക്കൊടുത്തിട്ട് വളരെ സന്തോഷത്തോടെ അംബിക പുറകെ പോകുന്നുണ്ട്. ഇന്നിതിന് തീരുമാനം ഉണ്ടാക്കിയിട്ടുള്ളൂ, ബാക്കി കാര്യം എല്ലാവരെയും വിളിക്കുക ചേച്ചി, കൂടെ അവളെയും വിളിക്കുക. കേട്ട പാതി കേൾക്കാത്ത പാതി താണ്ട അംബിക എടി ഋതികെ, രാജു, നന്ദനെ, ദീപക്കെ ഇങ്ങനെ എല്ലാവരെയും വിളിച്ചു കൂവുന്നുണ്ട്. പ്രതാപൻ അഹങ്കാരത്തോടെ പറയാം, എല്ലാവരെയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് മനഃപൂർവ്വ. എനിക്കിവിടെ ചോദിക്കാനുള്ളത് ഋതികയോടാ. യാമിനിയും ശേഖരനും ഇങ്ങനെ ആകെ വിഷമത്തോടെ നിൽക്കുക. ഞാൻ ഇവളോട് ഇതൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. ശേഖരൻ ചോദിക്കുക, എന്താ ചേട്ടാ, ഋതുമോൾ എന്ത് തെറ്റ് ചെയ്തെന്നാ? ഓ, ഉടനെ തന്നെ തോക്കിക്കയറി അങ്ങ് വെടിവെച്ചല്ലോ. ഞാൻ ഇവളോട് എന്തെങ്കിലും ചോദിച്ചാൽ അപ്പോഴേക്കും കൊള്ളുന്ന ചെറിയച്ഛനും ചെറിയമ്മയ്ക്കും ആണല്ലോ. എരിയുന്ന തീയിൽ കുറച്ചുകൂടെ എണ്ണ കോരി ഒഴിക്കണമല്ലോ. അംബിക പറയും, അവരൊക്കെ തമ്മിലുള്ള കെമിസ്ട്രി അങ്ങനെയാ പ്രതാപ. ഋതികൻ രണ്ടും കൽപ്പിച്ച് നിൽക്കുക. ഋതിക അംബികയോട് ചോദിക്കുക, നിങ്ങൾ മഹാരാജാസ് കോളേജിൽ കെമിസ്ട്രിയുടെ പ്രൊഫസറായിരുന്നല്ലേ? പ്രതാപൻ ദേഷ്യത്തോടെ, ഇത് തന്നെയാ ഇവിടെ വിഷയം, നീ ആരാണെന്നാ നിന്റെ വിചാരം? അത്രയ്ക്ക് വലിയ അഹങ്കാരമൊന്നും ഇവിടെ വേണ്ട, അതൊന്നും ഞാനിവിടെ അനുവദിച്ച് തന്നിട്ടുമില്ല. യാമിനി ചോദിക്കും, എന്തിനാ ഏട്ടാ ഋതുമോളെ വിളിച്ചത്? അത് ചോദിച്ചാൽ പോരെ? ദീപക്ക് കല്യാണം കഴിച്ച പെണ്ണാണ് നന്ദന. ദീപക്ക് ആരും ആയിക്കോട്ടെ, എന്ത് സ്വഭാവം ആയിക്കോട്ടെ,
പക്ഷെ ഈ പെൺകൊച്ചൊരു പാവ നന്ദനെ കാണിച്ചിട്ട്. എന്നിട്ട് ഈ ഋതിക ആ കൊച്ചിനെ തല്ലി. ശേഖരന് സഹിക്കാൻ പറ്റുന്നില്ല. ഋതുമോള് തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവില്ലേ ചേട്ടാ? ചേട്ടനെന്താ അത് ചോദിക്കാതിരുന്നത്? കാരണമുണ്ട്. അതേ, ആ കൊച്ചിനോട് ഇവക്കുള്ള അസൂയ. ഋതിക പറയാം, ഇവളെ ഞാൻ തല്ലിയതിൻ്റെ കാരണം എന്താണെന്ന് അവൾക്കറിയാം. ആ കാരണം എന്താണെന്ന് ഞാൻ പബ്ലിക്കാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അവളെ തല്ലുന്നത് കണ്ടിട്ട് വന്ന അച്ഛൻ എന്നെ അപ്പോൾ ശിക്ഷിച്ചതല്ലേ? ഇപ്പോഴെന്താ ശിക്ഷയ്ക്ക് മേലെ ഒരു ശിക്ഷ? ഓ, അപ്പോൾ ഇവരുടെ പ്രേരണയല്ലേ? പ്രതാപന് ദേഷ്യം വരുന്നുണ്ട്. നീ ആരാ ഇവിടുത്തെ പൊതുകാര്യങ്ങളൊക്കെ നോക്കി നടപ്പിലാക്കാൻ? അതോ ഞാൻ പ്രതാപവർമ്മയുടെ മകൾ. ഞാൻ അച്ഛൻ്റെ മകളായതുകൊണ്ട് അച്ഛൻ്റെ ഇമേജിനെ ബാധിക്കുന്ന പല കാര്യങ്ങൾക്കും എനിക്ക് എതിർപ്പുണ്ട്. എൻ്റെ ഇമേജിനെ ബാധിക്കുന്ന പ്രശ്നമോ? അതെന്താ? നീ ചോദിച്ചത് കേട്ടില്ലേ? എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക. അച്ഛാ, ഞാൻ ചോദിക്കുന്നുണ്ട്, അച്ഛന് വിഷമമൊന്നും തോന്നരുത്. എനിക്ക് എന്ത് വിഷമമാ? മേൽക്കൂരയില്ലാത്തവന് എന്ത് തീപ്പൊരി? എന്താന്ന് വെച്ചാൽ നീ എന്നോട് ചോദിക്കടി. അച്ഛൻ ആ സിസ്റ്ററിനെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് ഞാൻ അറിഞ്ഞല്ലോ. ഋതു, ആവശ്യമില്ലാത്തതൊന്നും സാറിനോട് ചോദിക്കാതെ. ഞാൻ ആവശ്യമില്ലാത്തതല്ല ചോദിക്കുന്നത്. ഞാൻ സിസ്റ്ററിനെ വിവാഹം കഴിക്കാൻ പോവാന്ന് പറഞ്ഞ ആ അപവാദം ആരാ നിന്നോട് പറഞ്ഞത്? അംബികയെ ചൂണ്ടിക്കാട്ടിയിട്ട് പറ. ദേണ്ടേ, ഇവരാ എന്നോട് പറഞ്ഞത്. ഇവർ നാട് മൊത്തം അത് പറഞ്ഞു നടക്കുക. പ്രതാപൻ അംബികയെ നോക്കുമ്പോൾ അംബിക ഒരു കരച്ചിലൊക്കെ പാസാക്കി. അയ്യോ പ്രതാപ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മനസാ വാചാ കർമ്മണ ഞാൻ അറിഞ്ഞ കാര്യമല്ല. കാടാമ്പുഴ അമ്മയാണ്, ആറ്റുകാലമ്മയാണ് ഇതൊക്കെ അസത്യമായി വിളി പറയുന്നത്. പ്രതാപ മോനെ, നീയും ഞാനും തമ്മിൽ ശത്രുതയാകാൻ വേണ്ടി ഇവൾ മനഃപൂർവ്വം പറഞ്ഞുണ്ടാക്കുന്ന കഥയായത്. അത് മാത്രമല്ല പ്രതാപ, മറ്റുള്ളവരുടെ മുന്നിൽ നിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കണമല്ലോ. ഋതികയും വിട്ടുകൊടുക്കുന്നില്ല. ഞാൻ മനഃപൂർവ്വം ചോദിച്ചതല്ല, ഇവരെന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ അച്ഛനോട് ചോദിച്ചത്. അത് മാത്രമല്ല, അച്ഛൻ സിസ്റ്റർ പവിത്രയോട് സംസാരിക്കുന്ന ഞാനും കാണുന്നുണ്ടല്ലോ. രാജു പറയാം, ഋതു നീ ഇത് ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാം. ഞാൻ നല്ല ബോധത്തോടെ സംസാരിക്കുന്നത്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലയോ? ഞാനൊരു സ്ത്രീയോട് സംസാരിച്ചത് അതിനിങ്ങനെയാണോ നീ അർത്ഥം കൽപ്പിക്കുന്നത്? പിന്നെ അച്ഛൻ ആ സ്ത്രീയെ പിടിച്ച് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചാർജ് ഏൽപ്പിക്കുന്നത് എന്തിനാ? രാജു വീണ്ടും പറ, ഋതു നിർത്താനാ പറഞ്ഞത്. ഇത് ഞാനും എൻ്റെ അച്ഛനും തമ്മിലുള്ള പ്രശ്നമാണ്. രാജു ഇതിൽ ഇടപെടണ്ട. ഇതിലൊരു പ്രശ്നവുമില്ല, വെറും അപവാദമാ. പ്രതാപം പറയുക, ഇത് അപവാദമല്ല. ഋതിക ശബ്ദം ഉയർത്തി പറയുക, യാമിനിക്ക് പേടിയാകുന്നു. ശേഖരേട്ടാ, ഇതെങ്ങോട്ടാ പോകുന്നത്? എനിക്ക് പേടിയാകുന്നു. ഞാൻ എന്തു ചെയ്യാനാ യാമിനി? പെട്ടെന്ന് പ്രതാപം പറയാം, ഇവിടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിന് രക്ഷപ്പെടാൻ അവൾ പറഞ്ഞുണ്ടാക്കുന്ന കാര്യം ഇതൊക്കെ. അംബിക വീണ്ടും എരുതിയിൽ എണ്ണയൊഴിക്കുക. ഇത് കണ്ടോ പ്രതാപ, ഇതാ ഇവിടെ സ്വഭാവം, ഇതാ ഇവിടെ രീതി. ശേഖരൻ പറയാം, നിങ്ങൾ എണ്ണയൊഴിക്കാതൊന്ന് മാറി നിന്നേ. നിങ്ങളാ ഇതിൻ്റെയൊക്കെ ആണി. എടാ, നിനക്ക് കേൾക്കാൻ വയ്യെങ്കിൽ നീ ഇറങ്ങിപ്പോടാ. അവൻ്റെ ഒരു ഉപദേശം. ദീപക്കൊടനെ ശേഖരൻ്റെ നേരെ, ഡോ എന്താടാ മധുവിത് കാലവാ, നിന്റെ പെണ്ണിൻ്റെ മുമ്പിലിട്ട് നിന്നെ ഞാൻ ചതയ്ക്കും. ഋതിക വീണ്ടും പറയാം, ചോദിക്കാനുള്ള ചോദ്യം അച്ഛനോടാണെങ്കിലും അത് ചോദിച്ചിരിക്കണം, പിന്നീട് കരയേണ്ടി വരും. പ്രതാപൻ രാജുവിനോട് പറയാം, രാജു ഇവളോട് അടങ്ങിയിരിക്കാൻ പറ. എനിക്കറിയാനുള്ള സത്യങ്ങൾ അറിഞ്ഞേ പറ്റൂ. നീ ആരാടി എന്നെ ചോദ്യം ചെയ്യും? ഇറങ്ങിപ്പോടി പുറത്ത്. ഞാൻ എവിടെ പോകണം? ഇത് എനിക്കും കൂടി അവകാശപ്പെട്ട വീടാ. അവകാശപ്പെട്ട വീടോ? നിന്റെ അവകാശം ഇപ്പം ഞാൻ കാണിച്ചു തരാടി എന്നും പറഞ്ഞ് പ്രതാപൻ ദേഷ്യത്തോടെ ഋതികയുടെ കൈക്ക് പിടിച്ച് വലിക്കുന്നുണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്ന് പ്രതാപനെ പിടിക്കുക. അയ്യോ വിടെന്നും പറഞ്ഞു. എല്ലാവരും വിടാനാ പറഞ്ഞു. അവൾ അവിടെ അമ്മയുടെ സ്വഭാവം കാണിക്കുക. ഋതികയുടെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് മുറ്റത്തോട്ടൊരു ഒറ്റ ഏറ്. ഋതിക വീഴാതിരിക്കാൻ ഓടിപ്പോയി ഋതുവെന്നും പറഞ്ഞ് രാജു താങ്ങി അങ്ങ് പിടിക്കുവാണ്. നീ എവിടെങ്കിലും പോയി തൊലയടി, ഇനി എനിക്ക് നിന്നെ കാണുകയേ വേണ്ട. മേലിൽ ഇനി എൻ്റെ മുന്നിൽ കണ്ടുപോയേക്കരുത്, നാശം എന്നിങ്ങനെ ദേഷ്യത്തോടെ പറയാം. അംബികയും നന്ദനയും ദീപക്കും സന്തോഷത്തോടെ ഇങ്ങനെ മതിമറന്ന് നിൽക്കുക. വളരെ നാളുകൊണ്ട് കാണാനാഗ്രഹിച്ച ഒരു കാഴ്ചയായിരുന്നു അംബികയ്ക്കത്. പക്ഷേ ശേഖരനും യാമിനിക്കും അത് കണ്ടു നിൽക്കാനാവുന്നില്ല. ഞാൻ എല്ലാവരോടും കൂടി പറയുക, അവൾക്ക് സപ്പോർട്ടായിട്ട് ആരെങ്കിലും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ വഴിക്ക് പൊയ്ക്കോണം. അത് ശേഖരനെയും യാമിനെയും ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ അകത്തോട്ട് പോകാനൊരുങ്ങുമ്പോൾ ഋതിക, അച്ഛൻ അവിടെ നിന്ന് നിന്നേ. പ്രതാപൻ തിരിഞ്ഞു നോക്കാതെ പോകുമ്പോൾ ഋതിക പറയാ, പ്രതാപവർമ്മ സാർ അവിടെ നിന്ന് നിന്നേ. കനലെരിയുന്ന കണ്ണുകൾ കൊണ്ട് ഋതിക പറയാ, ഞാൻ ഈ മുറ്റത്ത് തന്നെ നിൽക്കും. കൊടുങ്കാറ്റും മഴയും ഇടിയും വന്നാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഞാൻ എവിടെയും പോവില്ല. അച്ഛൻ എന്നെ തിരിച്ച് വിളിക്കും വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. അച്ഛൻ എന്നെ തിരിച്ച് വിളിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. അംബികയോടും നന്ദനയോടൊക്കെ പ്രതാപം പറയും, എന്ത് കാഴ്ച കാണാൻ നിൽക്കുന്നത്? കയറി പോകരുത് അകത്ത്. ശേഖരനും യാമിനിയും അവിടെ തന്നെ നിൽക്കുക. നിങ്ങളോട് ഇനി ഞാൻ പ്രത്യേകിച്ച് പറയണോ എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ അകത്ത് കയറി പോവുക. അങ്ങനെ സങ്കടത്തോടെ ഋതിയെ നോക്കിയിട്ട് ശേഖരനും യാമിനിയും അകത്ത് കയറി പോകുന്നുണ്ട്. രാജു പറയാം, ഋതു ഇങ്ങനെ ഇവിടെ നിൽക്കേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് പോകാം. നീ എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നത്? മഴ വരാൻ പോവാ, നമുക്ക് പോകാൻ ഋതു. ഞാൻ എങ്ങോട്ടുമില്ല രാജു, ഇങ്ങനെ വാശി പിടിക്കല്ലേ ഋതു. എന്തെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം അച്ഛനല്ലേ, അതങ്ങ് മറന്നേക്ക് ഋതു. നീ വാ. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ, എനിക്ക് എല്ലാവരെയും മനസ്സിലായി.
എനിക്കാരുമില്ലെന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. ഋതു, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പറയണം? യാമിനി കരഞ്ഞോണ്ട് ഓടി വരാം. മോളെ ഋതു, പ്രതാപേട്ടൻ്റെ ദേഷ്യം കുറച്ച് കഴിയുമ്പോൾ മാറും. മോൾ അതുവരേക്കും രാജുവിൻ്റെ വീട്ടിലോട്ട് പോ. ഞാൻ എങ്ങോട്ടും പോകില്ല ചെറിയമ്മ. മോളെ, നല്ല മഴക്കാറ, ഇടിയും മഴയൊക്കെ വരുന്നുണ്ട്. നനയട്ടെ, ചിലപ്പോൾ ചാകുമായിരിക്കും. ഞാൻ ചത്താൽ ആർക്കെന്താ? ഇങ്ങനെ ഒരു ജന്മം ഇല്ലാതിരിക്കുന്നതാ ഭേദം. മോളെ, ഇങ്ങനെ ഒന്നും പറയല്ലേ. നിന്നെ ഞങ്ങൾക്ക് വേണം, രാജുവിന് വേണം. നീ ഇല്ലാതെ രാജുവിന് ജീവിക്കാനാവുമോ? രാജുവിന് ജീവിക്കാനാകും ചെറിയമ്മേ. രാജുവിന് എന്നെ തന്നെ ഭാര്യയായിട്ട് വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. വേറെയും കിട്ടും. എന്താ രാജു ഈ കുട്ടി പറയുന്നത്? ദേഷ്യം ഉണ്ടെന്ന് കരുതി ഇങ്ങനെ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ മോളെ. ഞാൻ ദേഷ്യം കൊണ്ട് പറയുന്നത് മാത്രമല്ല ചെറിയമ്മേ, ഞാൻ പറയുന്നതൊക്കെ സത്യവാ. ഇതെല്ലാം അംബിക ഉണ്ടാക്കിയതാ. അവർക്കിതിൽ നല്ല പങ്കുണ്ട്. എൻ്റെ പൊന്നു മോളെ, മോളിങ്ങനെ മുറ്റത്ത് നിന്ന് അംബികയും മക്കളും ചിരിക്കത്തതേ ഉള്ളൂ. മോള് രാജുവിൻ്റെ വീട്ടിലോട്ട് പോ. ഞാൻ ചോദിച്ച സത്യമല്ലേ ചെറിയമ്മ? മോള് ചോദിച്ച സത്യവാ. ആ അംബിക എരി കെട്ടിയോന്നുണ്ടാ പ്രതാപേട്ടൻ ഇത്രയധികം ചൂടായത്. സത്യം ചോദിക്കുമ്പോൾ എന്തിനാ ചൂടാകുന്നത്? ആരെങ്കിലും പറഞ്ഞത് കേട്ട് സ്വന്തം മകളെ പിടിച്ച് പുറത്താക്കുന്നതാണോ അച്ഛൻ്റെ ന്യായം? രാജു പറ, ഋതു, കുറച്ച് കഴിയുമ്പോൾ വർമ്മ സാറ് തണുക്കും. തന്നെ 2 ദിവസം കാണാതിരിക്കുമ്പോൾ സാറ് തന്നെ അന്വേഷിച്ച് വരും. അതുവരെ നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. മോളെ, രാജു പറയുന്നതാ ശരി. ഇല്ല ചെറിയമ്മേ, ഞാൻ എങ്ങും പോകില്ല. അച്ഛന് വാശിയാണെങ്കിൽ എനിക്കും വാശിയാ. അച്ഛൻ തിരിച്ച് വിളിക്കുന്നത് വരെ ഞാൻ ഈ മുറ്റത്ത് തന്നെ നിൽക്കും. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. യാമിനി കരഞ്ഞുകൊണ്ട് ശേഖരൻ്റെ അടുത്ത് എന്ന് പറയാം. മോള് വന്നില്ലേ യാമിനി? എങ്ങനെ വരാനാ ചേട്ടാ? ഇങ്ങോട്ട് കയറിപ്പോയിരുന്നല്ലേ പ്രതാപേട്ടൻ പറഞ്ഞത്? രാജുവിനോടൊപ്പം അവൻ്റെ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞില്ലേ? അത് പറയാനാ ശേഖരേട്ടാ ഞാൻ പോയത്. മോൾ അനുസരിക്കത്തില്ല. എൻ്റെ പെങ്ങളൊരുത്തിയ ഇതിനെല്ലാം കാരണക്കാരി. എൻ്റെ ദൈവമേ, അവരെ തളയ്ക്കാൻ ആരുമില്ലാതെ പോയല്ലോ. അവരൊറ്റയൊരുത്തിയ ശേഖരേട്ടാ ഈ കൊച്ചിനെ കൊല്ലുന്നത്. ഇവളും ഇവരുടെ മകനും അവിടെ മരുമോളും ചേർന്ന് ഈ വീട്ടിലില്ലാത്ത കോലാഹലം ഒക്കെ ഉണ്ടാക്കും. എന്ത് ചെയ്യാനാ? എല്ലാം കൂടി ഇതിനകത്തൊരു വന്യമൃഗ സങ്കേതമായി പോയല്ലോ. ശേഖരേട്ട, പെരും മഴയാ വരാൻ പോകുന്നു. ഇടിയും തുടങ്ങി. മോൾ എന്താ പറയുന്നത് യാമിനി? അച്ഛൻ തിരിച്ച് വിളിക്കാതെ ഇങ്ങോട്ട് കയറത്തില്ലെന്ന്. നമുക്ക് ചേട്ടനോടൊന്ന് റിക്വസ്റ്റ് ചെയ്യാം യാമിനി. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ. നീയും കൂടെ വാ. പ്രതാപൻ്റെ അടുത്തോട്ട് ശേഖരനെ യാമിനിയും ചെന്ന് ചേട്ടാന്ന് വിളിക്കുമ്പോൾ, എന്താ അവളുടെ വക്കാലത്തും കൊണ്ട് വന്നാണ്? അതല്ല ചേട്ടാ, പുറത്ത് നല്ല ഇടിയും മഴയാ വരാൻ പോകുന്നത്. അതിന് ഞാനെന്ത് വേണം? ഇടിയും മഴയും തടയാനുള്ള അമാനുഷിക ശക്തിയൊന്നും എനിക്കില്ല. യാമിനി സങ്കടത്തോടെ പറയാ, മോൾ എന്തെങ്കിലും അവിവേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചേട്ടന് സഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എനിക്ക് ക്ഷമിക്കാവുന്നതുമല്ല, ഞാൻ ക്ഷമിക്കുന്നതുമില്ല. അവൾ വലിയ വാശിയില്ല ചേട്ടാ. എന്നാലേ അവളെക്കാളും വലിയ വാശിയാണ് എനിക്ക്. അപ്പോഴ ഡോറിൻ്റെ പുറകിൽ അംബികയും ദീപക്കും നന്ദനയും വന്ന് നിന്ന് കേൾക്കുക ഇവരെന്താ പറയുന്നതെന്ന്. യാമിനിയും ശേഖരനും പറയുന്ന ഒന്നും പ്രതാപന് കേൾക്കണ്ട. ഞാൻ ക്ഷമിക്കില്ല, എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ ഭാവനയിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് അവൾ പറഞ്ഞു വരുത്തിയത്. ഇതെല്ലാം കേട്ടുണ്ട് അംബിക മനസ്സിൽ പറയും, എന്തായാലും ഇവൻ ഋതികയെ തിരിച്ച് വിളിക്കത്തില്ല. അതുകൊണ്ട് ഇനി അടുത്ത അടവ് ഇറക്കണം. അംബിക അങ്ങോട്ട് വന്നിട്ട് പറയാം, പോട്ട പ്രതാപ, അവളോട് ക്ഷമിച്ചു കള. അവൾ എന്തായാലും നിന്റെ വളർത്തുമാളല്ലേ. ചേച്ചി, എനിക്കൊരൊറ്റ തീരുമാനമേ ഉള്ളൂ. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്കവളെ വേണ്ട, എനിക്കവളെ കാണുകയും വേണ്ട. അവൾക്ക് എന്നോടാ വാശി. ഈ വാശിയിൽ ആര് ജയിക്കുന്നെന്ന് എനിക്കൊന്ന് കാണണം. അംബികയ്ക്കും നന്ദനയ്ക്കും ദീപക്കിനും ഇതിപ്പരം ഒരു സന്തോഷം വേറെയില്ല. രാജുവാണെങ്കിൽ പറയുന്ന കേൾക്കരുതൂ, നമുക്ക് വീട്ടിൽ പോവാം. ഇല്ല, ഇതിനൊരു തീരുമാനമാകാതെ ഞാൻ എങ്ങോട്ടും വരില്ല. ആ സമയത്ത് ഇടിമുഴങ്ങുന്ന ശബ്ദം കേൾക്കുന്നു. പ്രതാപന്റെ ഉള്ളിലൊരുത്തി, അയ്യോ ഇടിമുഴങ്ങുന്നുണ്ടല്ലോ, അവളിത് എവിടെയാ നിൽക്കുന്നത്? പ്രതാപൻ ബാൽക്കണിയിൽ പോയി നോക്കുന്നുണ്ട്. അപ്പോൾ രാജു ഇങ്ങനെ ഋതിയെ നിർബന്ധിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അത്ര വാശി അവൾക്ക് പാടില്ലല്ലോ, എന്നാൽ ഇനി അവിടെ തന്നെ നിൽക്കട്ടെ അവള്. ഇതാണ്ട് അപ്പോഴേക്ക് നല്ല മഴ പെയ്യാൻ തുടങ്ങി. രാജു, അയ്യോ ഋതു നല്ല മഴയാ, ഋതു വാ നമുക്ക് വീട്ടിൽ പോവാം. രാജുവിനോട് പറഞ്ഞില്ലല്ലോ ഞാനിവിടെ നിൽക്കാൻ. രാജു ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇടിവെട്ടി മരിച്ചാലും എനിക്ക് സങ്കടമില്ല. ഇതിനേക്കാളും ഭേദം മരണം. ഋതു മഴ കടുക്കുക, വാ വീട്ടിൽ പോ. എന്നെ വിടാനല്ലേ പറഞ്ഞത്? അച്ഛൻ എന്നെ തിരിച്ച് വിളിക്കുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. ഋതു, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. പ്രതാപന്റെ ഉള്ളിൽ സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്. ഇല്ല, ഞാൻ തിരിച്ച് വിളിക്കില്ല. അഹങ്കാരം കുറച്ചൊന്ന് ശമിക്കട്ടെ. ഒന്നാം തരം പെരുങ്കള്ളി അഭിനയത്തോടെ പ്രതാപന്റെ അടുത്തോട്ട് ചെന്നിട്ട്, വല്യമ്മാവ, ഞാനൊരു കാര്യം അപേക്ഷിച്ചാൽ എന്നെ വഴക്ക് പറയോ? എന്താ കുട്ടി, കാര്യം എന്താന്ന് വെച്ചാ പറ. എത്രയൊക്കെ തെറ്റ് ചെയ്താലും സ്വന്തം മകളല്ലേ വല്യമ്മാവ ഈ മഴ നനയുന്നത്? ഒന്ന് തിരിച്ച് വിളിക്കു വല്യമ്മാവ. ഇക്കാര്യത്തിൽ ആരുടെ ശുപാർശ ഞാൻ കേൾക്കില്ല. ഇത് ഇവളുടെ അഭിനയമാണെന്ന് പോലും ആ പൊട്ടൻ പ്രതാപന് മനസ്സിലാകുന്നില്ല. അവൾ കാരണമാണല്ലോ ഇതൊക്കെ നടന്നത്. ഇതാണല്ലോ അവളുടെ ആഗ്രഹവും. കുട്ടി പോയി കുട്ടിയുടെ പണി നോക്ക്. അവൾ മനസ്സിൽ പറയും, എടോ താൻ അവളെ തിരിച്ച് വിളിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയും. അതല്ലേ ഞാൻ അപേക്ഷയായിട്ട് വന്നത്. മോരടൻ വഴക്കൊന്നുകൂടെ കൊഴുപ്പ് കയറ്റാൻ വേണ്ടി ഇതാണ് നന്ദനെ ഒരു കൊടയൊക്കെ എടുത്തോണ്ട് രാജുവിൻ്റെ ഋതികയുടെ അടുത്തോട്ട് വരുക. എന്നാ ഋതികയെ കൊട. അവളുടെ ഒരു കൊടയും വഴി മാറി നിൽക്കടി അങ്ങോട്ട്. പിടിച്ചൊരൊറ്റ തെള്ളു നന്ദന്. അവൾ അവിടെ പോയി അങ്ങ് വീഴുന്നുണ്ട്. എന്താടി നോക്കുന്ന, കയറിപ്പോടി. ദേഷ്യത്തോടെ നന്ദന കൊടയും തള്ളിക്കളഞ്ഞിട്ട് അങ്ങ് കയറിപ്പോയി.
അംബിക വളരെ സന്തോഷത്തോടെ പറയുക, ഈ ഒരു ഗുഡ് ന്യൂസ് സംയുക്തയെ വിളിച്ച് പറയാം. എന്തിനാ ഈ നേരത്തെ വിളിച്ചത്? അതെ, ഈ നേരത്തെ പറയേണ്ടതായ ഒരു കാര്യമുണ്ടായി. ഒരു സന്തോഷ വാർത്ത. എന്ത് സന്തോഷ വാർത്ത? അതെ, സംയുക്തയ്ക്ക് പ്രതാപൻ്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ട് കയറി വരാനുള്ള റൂട്ട് ക്ലിയറായി. നിനക്കിനി അധികം കഷ്ടപ്പെടേണ്ടി വരില്ല സംയുക്തെ. ആ പെണ്ണിനെ ഇവിടെ എന്നേക്കുമായി പുറത്താക്കി. ആ ഋതികയെ പ്രതാപൻ അടിച്ച് പുറത്താക്കി. അങ്ങനെ എന്തായാലും വലിയൊരു ശല്യം ഒഴിവായി. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇതോടുകൂടി മംഗളമായി. നീ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചോ സംയുക്തെ എന്ന് പറഞ്ഞിട്ട് അംബിക ഫോൺ കട്ട് ചെയ്തു. എൻ്റെ ഋതു, ഇങ്ങനെ മഴ നനഞ്ഞാൽ നിനക്ക് പനി പിടിക്കും. അത് പോയി വല്ല പിള്ളേരോട് പറ. അഥവാ പനി പിടിച്ചാൽ എനിക്കല്ലയോ? യാമിനിക്ക് സഹിക്കാൻ വയ്യാതെ കരഞ്ഞോണ്ടോടിയോ. എൻ്റെ ഋതുമോളെ വാ, അകത്തോട്ട് വാ. ചെറിയമ്മ എൻ്റെ അമ്മയ്ക്ക് തുല്യ. പക്ഷെ ഇക്കാര്യത്തിൽ എനിക്ക് അനുസരിക്കാൻ പറ്റില്ല. ചെറിയമ്മ എന്നോട് ക്ഷമിക്കണം. അച്ഛനോടുള്ള വാശി കളമോളെ. എൻ്റെ അച്ഛൻ നശിക്കാൻ പോവുക. അതിനെ എതിർത്തുകൊണ്ടാണ് ഞാനിപ്പോൾ പുറത്തായത്. വാശി അച്ഛനെ പോലെ എനിക്കുമുണ്ട്. അച്ഛൻ വന്ന് വിളിക്കാതെ ഞാൻ അകത്തോട്ട് വരുത്തില്ല. രാജു പെട്ടെന്ന് പത്മാവതിയെ വിളിക്കുക. അയ്യോ, രാജുമോനാണല്ലോ. എന്താ മോനെ? അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടാകുന്നൊരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ പെട്ടെന്ന് വിളിച്ചത്. അമ്മ ഇവിടെ ഇപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായി. അയ്യോ, എന്താ മോനെ? രാജു ഉള്ള കാര്യങ്ങളൊക്കെ പറയുവാണ്. എല്ലാം കേട്ടിട്ട് പത്മാവതി പറയും, ഇനി മോൻ ഒന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ ചെയ്തോളാം. തൻ്റെ മകളെ അവളുടെ വീട്ടിൽ നിന്ന് അച്ഛൻ അടിച്ച് പുറത്താക്കിയതറിഞ്ഞ് സ്വന്തം അമ്മ സഹിക്കുവോ? പ്രതികാര അഗ്നിയിൽ ജ്വലിക്കുവാണ് പത്മാവതി. പ്രതാപന് വിഷമമുണ്ടെങ്കിലും പുറത്ത് കാണിക്കാൻ വയ്യാതെ നിൽക്കുക. യാമിനി അങ്ങോട്ട് എന്നിട്ട്, എന്താ പ്രതാപേട്ട ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാത്ത പോലെ കാണിക്കരുത്. ആ കുഞ്ഞ് പുറത്തു നിന്ന് നനയുക. അംബിക ചേച്ചി എന്തൊക്കെ നുണ പറഞ്ഞ് പരത്തിയാലും അത് പ്രതാപേട്ടൻ്റെ മകളാ. അത് പ്രതാപേട്ടൻ മറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് യാമിനി അങ്ങ് പോയി. രാജു ദേഷ്യവും സങ്കടത്തോടെ, ഋതു, നിന്നോട് ഒരു പ്രാവശ്യം കൂടെ ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യാം, നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം. ഞാൻ ഇല്ലെന്നല്ലേ പറഞ്ഞേ, ഞാൻ വരില്ല. ദാണ്ട് അപ്പോഴൊരു ഓട്ടോറിക്ഷയിൽ പത്മാവതി വരുന്നുണ്ട്. പത്മാവതി അവിടേക്ക് വന്നതും ഋതികയോട് സംസാരിക്കുന്നവൻ ദീപക് കണ്ടു. എന്താ മോളെ ഇത്? അമ്മേ, അച്ഛൻ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. രാജു എന്നോട് വിളിച്ച് പറഞ്ഞു മോളെ. അതുകൊണ്ടാണ് അമ്മ വന്ന്. മോള് വാ, നമുക്ക് രാജുവിൻ്റെ വീട്ടിൽ പോവാം. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പോ. ഇല്ല, ഞാൻ എങ്ങോട്ടും വരില്ല. അച്ഛൻ എന്നെ തിരിച്ച് വിളിക്കും വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. തിരിച്ച് വിളിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. എൻ്റെ പൊന്നുമോളെ. ഇല്ലമ്മേ, അച്ഛൻ ചതിക്കപ്പെടാൻ പോവുക. അച്ഛൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത്. പക്ഷേ അച്ഛൻ എന്നെ പുറത്താക്കി. ഇക്കാര്യം മാത്രം അമ്മ പറഞ്ഞാൽ ഞാൻ അനുസരിക്കില്ല. അച്ഛൻ എന്നെ തിരിച്ച് വിളിക്കട്ടെ. അമ്മയെ ഞാൻ ആവുന്നത്ര പറഞ്ഞു നോക്കിയതാ. ഋതു കേൾക്കുന്നില്ലമ്മേ. തിരിച്ച് വിളിക്കുന്നവരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഇത് എൻ്റെ വീടാ. എന്നെ തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ അംബികയുടെ മുന്നിൽ തോൽക്കുന്നതിനേക്കാളും ഭേദം എനിക്ക് മരണമാ. ആ അംബികയുടെ വാക്ക് കേട്ട അച്ഛൻ എന്നെ പുറത്താക്കിയത്. അച്ഛൻ എന്നെ തിരിച്ചു വിളിക്കാതെ ഞാൻ ഇവിടെ നിന്ന് ചലിക്കത്തില്ല. പത്മാവതി ഇത് കേട്ട് എന്തോ ഒരു തീരുമാനം എടുത്തതുപോലെ അകത്തോട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഏത് കഥയ്ക്കും ഒരവസാനം വേണമല്ലോ. ഇനി പത്മാവതി ഋതികയും വിളിച്ചുകൊണ്ട് പ്രതാപൻ്റെ അടുത്തോട്ട് ചെല്ലും. ഇനിയായിരിക്കും കഥകളുടെ ട്വിസ്റ്റുകൾ നടക്കാൻ പോകുന്നു. അംബിക കാണിച്ച കൊള്ളരുതായ്മകളുടെ എല്ലാം ലിസ്റ്റുകൾ ഒന്നൊന്നായി ഇനി പത്മാവതി പുറത്തു കൊണ്ടുവരും. അതെല്ലാം തിരിച്ചറിഞ്ഞ് പ്രതാപൻ അംബികയും മകനെയും നന്ദനെ അടിച്ചിറക്കും എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.